ശ്രീ ഗണപതായ നമഃ. വിഘ്നമസ്തു. ശ്രീമദ് ഭാഗവതത്തിൽ 2-ാം അധ്യായത്തിൽ 4-ാമത്തെ വരികൾ. ഏകേ തമനുരുന്ധാനാജ്ഞാതയാ പര്യപാസതേ ഹതേഷു ഷട്സു ബാലേഷു ദേവജ്ഞാ ഔഗ്രസേനിനാം. കംസന്റെ ബന്ധുവർഗത്തിൽ അക്രൂരൻ മുതലായ ചില ഗുണങ്ങളുള്ളവരും ഈശ്വരഭക്തരും ഉണ്ടായിരുന്നു. അവർക്ക് കംസന്റെ ഈ ദുഷ്ടകൃത്യം അസഹ്യമായി തീർന്നുവെങ്കിലും അധർമ്മം വർദ്ധിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കും, അപ്പോൾ സത്യം സൗഖ്യവും സിദ്ധിക്കും എന്ന വിചാരമുള്ളവരായിരുന്നതിനാൽ തൽക്കാലം അധികം സങ്കടം അനുഭവിക്കാതെ കഴിയാനുള്ള ഉപായം അവർ കംസനെ അനുസരിച്ച് സേവിച്ചും ജീവിച്ചു. ദേവിക്കുണ്ടായ 6 മക്കളെയും ഓരോരുത്തരായിട്ട് കംസൻ ഹനിച്ചു കഴിഞ്ഞു. ആദ്യത്തെ പുത്രനെ കൊല്ലാതെ വാസുദേവന് കൊടുത്തയച്ചുവെങ്കിലും നാരദൻ വന്ന് പറഞ്ഞപ്പോൾ കേട്ടതിന് ശേഷം ദേവകി വാസുദേവന്മാരെ കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ഉണ്ടായ പുത്രന്മാരെയെല്ലാം കൊല്ലുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് അനിത ശങ്കരനാരായണൻ.